എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയം ആണ്. തെലുഗു അറിയില്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അറിയുന്ന വാക്കൊക്കെ വെച്ച് സംസാരിച്ച് ആ ഇന്റർവ്യൂവിനെത്തി. പക്ഷെ എൻ്റെ സംസാരം കേട്ടിട്ട് എൻ്റെ അവിടെ ഇരുന്ന ഇന്റർവ്യൂവിൽ ഇരുന്ന പാനലിലുള്ളവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് കാര്യം അറിയാം, പക്ഷെ വായിന്ന് വരുന്നില്ല എന്നുള്ള സാധനമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ആണ്. കണ്ടോ മത്സ്യത്തൊഴിലാളികൾ എന്താണ് എത്ര സെൽഫ്ലെസ് ആയിട്ട് വന്ന് ഒരു നാടിനൊരു ആവശ്യം വന്നപ്പോ അവർ ഇറങ്ങിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സെലിബ്രേഷൻ. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, നാട്ടുകാർക്ക് മൊത്തത്തിലൊരു ആവശ്യം വന്നപ്പോഴത്തേക്കും വള്ളം എടുത്ത് നമ്മൾ ഇറങ്ങി കയ്യടി തരുന്നു, പൊന്നാട അണിയിക്കുന്നു, താങ്ക് യു. അധികം കാത്തിരിക്കേണ്ടൊന്നും വന്നില്ല. പിന്നീട് 2020 കോവിഡ് ഒക്കെ ആയപ്പോഴത്തേക്കും കണ്ടു തോക്കുമായിട്ട് ഒരു ബറ്റാലിയൻ ഓഫ് മിലിറ്ററിക്കാര് പൂന്തറയില് സോഷ്യൽ സ്പ്രെഡ് ഡിക്ലെയർ ചെയ്തതിന്റെ അന്ന് നമ്മൾ ആദ്യം ആൾക്കാർ കാണുന്ന കാഴ്ച കുറച്ച് പട്ടാളക്കാർ നടക്കുക. എന്തിനാണ് നമ്മൾ ഈ പേടിപ്പിക്കലായിരുന്നു. ഓക്കെ ആയി സംഭവിച്ചിട്ട് ഇപ്പൊ അടുത്ത വർഷം ആകുമ്പോൾ 10 വർഷമാവുന്നു. ഇപ്പൊ ഏതാണ്ട് 2017 2027 ആകുമ്പോൾ 10 വർഷമാവുന്നു. നമുക്കൊക്കെയും നവംബർ ആ അവസാനത്തെ ആഴ്ചയാകുമ്പോൾ നവംബർ 29 നവംബർ 30 ആ ഒരു തീയതികളാവുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു കാര്യം ആരെങ്കിലും ഒക്കെ ഇപ്പോഴും അത് ഷെയർ ചെയ്യും. ഓക്കിയുടെ 5ാം ആണ്ട് 6ാം ആണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരുപാട് ഓർമ്മകളെ പുറകിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചൊരു സംഭവം. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്ന് അമേരിക്കയിൽ PhD ചെയ്യുന്ന സിന്ധു മരിയ നെപ്പോളിയനാണ് എന്നോടപ്പോൾ. കുഞ്ഞെ നമസ്കാരം. കൊച്ചേന്ന് വിളിക്കാൻ കുഞ്ഞേന്ന് വിളിക്കാനുള്ള അത്രയും സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്ന് പ്രളയ സമയത്തിന് മുന്നേ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്തിന് മുന്നെയാണ് നമ്മൾ അന്ന് സംസാരിക്കുന്നത്. ശരിക്കും ആ സമയത്ത് എനിക്ക് തോന്നുന്നു പ്രളയ സമയത്ത് നിങ്ങളുടെ കടൽപ്പുറം ഏരിയയിൽ നിന്ന് ആളുകൾക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് സിന്ധു, അല്ലെ? ആദ്യമായിട്ട് ഞാൻ സ്ക്രീനില് അന്ന് ഏഷ്യാനെറ്റിന്റെ സ്ക്രീനില് സിന്ധു ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റിൽ തന്നെ ജോലി കിട്ടി എന്നുള്ള അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. അത്രയും ഒരു അയ്യോ അങ്ങനെ ഒരാള് അങ്ങനെ എത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആ ലൈഫ് ജേർണി? എനിക്ക് തോന്നുന്ന ചേച്ചി പറഞ്ഞതിൽ ആദ്യത്തെ കാര്യം പ്രളയത്തിനല്ലായിരുന്നു, ഓഖിയായിരുന്നു. ഓഖി ചുഴലിക്കാറ്റ് ഉണ്ടായ സമയത്താണ് ഞാൻ ആദ്യമായിട്ട്, അന്ന് ഞാൻ ഹൈദരാബാദിൽ MA പഠിക്കുകയാണ്. അതേസമയം തന്നെ ആ ഒരു ഡിസംബറിൽ 2017 നവംബർ അവസാനം ഡിസംബർ ആദ്യത്തെ ആഴ്ചയോ മറ്റോ ഈ ഓഖി ദുരന്തം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ 1-2 പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ. അപ്പോഴായിരിക്കണം നമ്മൾ ആദ്യമായിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യം. ഞാനന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഓഖിയെ പറ്റി എഴുതുന്നുണ്ടായിരുന്നു. തീർച്ചയായും നമ്മൾ അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം അവിടെ നിന്നുള്ള ഒരു പ്രശ്നം പറയാൻ ഒരാളുടെ ശബ്ദം, അതും ഒരു സ്ത്രീ ശബ്ദം, അതും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് തുറന്നു പറയുകയാണ് ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓഖി ദുരന്തം വന്നപ്പോൾ പലരും എന്താ പറയുന്നത്, അത് മത്സ്യത്തൊഴിലാളികൾക്ക് വന്നതല്ലേ എന്നുള്ളത്, അതായത് കടലിന്റെ അടുത്ത് താമസിക്കുന്നതുകൊണ്ടാണല്ലോ. അത് അങ്ങനെ രീതിയിലും ഒരു സമൂഹത്തിൽ ഒരു ചർച്ച വന്നു. അപ്പൊ അങ്ങനെയല്ല എന്ന് പറഞ്ഞത് ആ ശബ്ദങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആളുകളെ ശ്രദ്ധിക്കുന്നത്. അതെ, ഞാനും അന്നത് എഴുതാൻ പ്രധാനമായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ആ ദുരന്തത്തെ പറ്റി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ട് എഴുതേണ്ടി വന്നത് ഇന്നും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേര് മരണപ്പെട്ട ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ്. നമ്മൾ അതിന് ശേഷം കേരളത്തിലെ വലിയൊരു പ്രളയം വന്നു, പിന്നെ പെട്ടിമുടി ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ പോലുള്ള പലതരം ദുരന്തങ്ങൾ, അല്ലെങ്കിൽ വയനാട് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള നമ്മുടെ ദുരന്തങ്ങൾ കണ്ടു. അതേപോലെ തന്നെ അത്ര തന്നെ പേർ മരണപ്പെട്ട 300-ലധികം പേർ മരണപ്പെട്ട ഒരു ദുരന്തമായിരുന്നു ഓഖി. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടുകാരുടെ തലയിൽ അതിപ്പോഴും അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കാറ്റടിച്ചു, കടലിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന 8-10 വള്ളങ്ങളിലുള്ള കുറച്ച് പേര് മരണപ്പെട്ടു എന്നൊരു ചിന്ത അത്രയും പെരിഫറലായിട്ട് മാത്രമാണ് നമ്മളുടെ പൊതുബോധത്തിനകത്തോട്ട് അത് കയറിയിട്ടുള്ളത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, IFFK ഒക്കെ നടക്കുന്ന സമയമാണ്. പലതരം വാർത്തകൾ ചാനലുകൾക്കകത്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഓഖിക്ക് വേണ്ട പ്രാധാന്യം വരുന്നുണ്ടോ എന്ന് ഒരു സംശയത്തിലാണ്. നിങ്ങളിത് മനസ്സിലാക്കണം, ഇവിടെ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. വ്യക്തിപരമായിട്ട് അറിയുന്ന തന്നെ പല വീടുകളിൽ നിന്നും ആളുകൾ മരണപ്പെട്ടോ, കാണാതെയായോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് എത്തിയോ, അവർ തിരിച്ചു വരുമായിരിക്കുമോ എന്ന് അറിയാതെ ഒരുപാട് പേരുടെ ലൈഫ് പ്രതിസന്ധിയിലായപ്പോ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതിയതാണ്. അങ്ങനെയാണ് എന്ന് തോന്നുന്നു. ആ എഴുത്ത് കണ്ടിട്ടായിരിക്കണം ചില ചാനലുകളിലൊക്കെ എത്തിയതും. പിൽക്കാലത്ത് ഞാൻ കൃത്യം 1 വർഷത്തിനപ്പുറം 2018 ഓഗസ്റ്റില് 2017 ഞാൻ ഏത് ചാനലിലാണോ ഒരു ഗസ്റ്റായി പോയിരുന്നത് അതേ ചാനലിൽ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യാൻ
കയറാനുള്ള ഭാഗ്യവും കിട്ടിയായിരുന്നു. ഒരു പ്രാതിനിധ്യം എന്ന് പറയും. നമ്മൾ പറയുമ്പോൾ പലയിടത്തു നിന്നുള്ള ആളുകൾക്ക് അവിടെ എത്തപ്പെടാൻ പറ്റുന്നില്ല. എത്തപ്പെടാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ തന്നെ നമ്മളെ സ്വയം വലിക്കുന്നത്, പിന്നെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മളെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ? ഇല്ല, അവരും സാധാരണ മനുഷ്യരാണ്. ഇപ്പം പറയുന്ന പോലെ എല്ലാവരും സാധാരണക്കാരാണ്. സാധാരണക്കാരൻ്റെ ഒരു മക്കളോ ഒരാളുകളോ ഇന്ന ഇടത്തെത്തുക എന്ന് പറയുന്നത് ആ സാധാരണക്കാർക്ക് ഒരു സെലിബ്രേഷനാണ്. കേൾക്കുന്നവർക്ക് മറ്റൊരു, അതായത് അവരുടെ ഉടുപ്പിട്ട് നമ്മളെ ചിന്തിക്കുമ്പോൾ ഇത് സിമ്പിൾ ആണല്ലോ, പക്ഷെ നമ്മുടെ ഉടുപ്പിട്ടിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഈ ജേർണലിസം അല്ലായിരുന്നോ ഹൈദരാബാദ് പഠിച്ചത്? അപ്പൊ എങ്ങനെയാണോ ഇവിടെ നിന്ന് ഇപ്പൊ ഈ പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജേർണലിസം പഠിക്കാൻ ഹൈദരാബാദ് വരെ എത്തുക? അതിനും ഒരു അറിവ് വേണം, അതിനും ഒരു ബോധം വേണം. മനസ്സിലായോ? എനിക്ക് ആ ബോധം ഇല്ലാത്ത ഒരാളായിരുന്നു. മനസ്സിലായോ? ജേർണലിസം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് അറിയുന്നത്. ഞാൻ അവിചാരിതമായിട്ട് ജേർണലിസ്റ്റ് ആയ ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അതിനുശേഷം ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടല്ലേ, അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തീരദേശ മേഖലയിലുള്ള ആളായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഏറെ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാനും പഠിച്ചത്. +2 വരെയും അവിടെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ പഠിക്കുമ്പോൾ അത്യാവശ്യം ഈ എഴുത്ത് പരിപാടികളിലൊക്കെ ഉപന്യാസ രചന, ലേഖനം അല്ലെങ്കിൽ കവിത, കഥാരചനയിലൊക്കെ എപ്പോഴും അത്യാവശ്യം മാർക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ പ്രൈസ് കിട്ടുമായിരുന്നു. പിന്നെ പ്രസംഗം പോലുള്ള കാര്യങ്ങളിൽ, കലോത്സവ വേദികളിൽ, സ്കൂളിനകത്തെ കലോത്സവ പരിപാടികളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു. അപ്പം എഴുതാനും വർത്താനം പറയാനും ഒക്കെയുള്ള ശേഷിയുണ്ടെന്ന് ടീച്ചേഴ്സ് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ എന്നെ അന്ന് മലയാളം പഠിപ്പിച്ച 1-2 ടീച്ചേഴ്സ് ഉണ്ട്. അവരെന്നോട് എപ്പോഴും പറയുമായിരുന്നു, സിന്ധു നിനക്ക് പറ്റുന്ന എന്തെങ്കിലും നല്ലൊരു എഴുത്തും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, പെട്ടെന്നൊരു വിഷയം തന്നാലും സ്പോണ്ടേനിയസ് ആയിട്ട് നിന്ന് വർത്താനം പറയുന്നുണ്ട്, പിന്നെ എഴുത്തും നന്നായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സായി വരുന്നത് എന്താണ് നല്ല പ്രൊഫഷൻ എന്ന് ആലോചിച്ചപ്പോൾ ആണ് ജേർണലിസം മനസ്സിൽ വന്നത്. ആ സമയത്ത് ഞാനൊരു മാധ്യമ ശില്പശാലയിലും 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ പങ്കെടുത്തായിരുന്നു. അവിടെ വെച്ചാണ് അതിന് ക്ലാസ് എടുക്കാൻ വന്ന ആരോ ആണ് എന്നോട് പറഞ്ഞത് ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള അത്യാവശ്യം കഴിവൊക്കെയുള്ള ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ +2-ന് ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്തു. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് പിന്നെ ജേർണലിസം പഠിക്കാൻ ഏതാ നല്ല കോളേജെന്ന് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പൊതുവെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പോകുന്നത് തിരുവനന്തപുരത്ത് ഒരു ഓൾ സയൻസ് കോളേജ് ഉണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഉണ്ട്, മിക്സഡ് കോളേജാണ്. അപ്പോൾ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് ആയിരുന്നേനെ ഞാനൊരു പക്ഷേ സ്വാഭാവികമായി എൻ്റെ ട്രാക്കിൽ വന്ന എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ആവറേജ് പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എത്തപ്പെടേണ്ട സ്ഥലം തുമ്പ കോളേജ് ആയിരുന്നേനെ, സെൻറ്റ് സേവിയേഴ്സ് ആയിരുന്നേനെ. പക്ഷേ എനിക്ക് എങ്ങനെയോ മാർവാന്യൂസ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. കാരണം ഈ മാർവാന്യൂസ് ഒരു നോർമൽ ഓപ്ഷൻ അല്ല. അത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ കാര്യങ്ങൾ കുറേ കൂടെ മാറിയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ 2013 BA ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ മാർവാന്യൂസ് പോലുള്ള കോളേജുകളൊന്നും തന്നെ അങ്ങനെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളൊന്നും എത്തപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഫിഷറി സ്കോളർഷിപ്പ് കിട്ടുമോ, അവിടെ പഠിച്ച ഗ്രാൻഡ് കിട്ടുമോ. കാര്യം ഗ്രാൻഡ് കിട്ടിയില്ലെങ്കിൽ വീട്ടിലത് എനിക്കുള്ള എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രാൻഡ് കിട്ടുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് പറയുന്നത്. അപ്പം അത് കിട്ടുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ കൺസേൺ. അതൊന്ന് ചോദിക്കാൻ പോലും എനിക്ക് അവിടെ ആരെയും അറിയില്ല. പക്ഷെ ഓൾ സയൻസ് ഇങ്ങനത്തെ 2-3 കോളേജുകളിൽ നമുക്ക് അറിയുന്ന എല്ലാവരും പഠിച്ചേക്കുന്ന അവിടെ, അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അറിയില്ലായിരുന്നു. എന്നാലും രണ്ടും കൽപ്പിച്ച് അവിടെ പോയി ജേർണലിസം പഠിച്ചു. ഗ്രാൻഡൊക്കെ പിൽക്കാലത്ത് കിട്ടി, പ്രയാസമൊന്നും ഉണ്ടായില്ല. അപ്പൊ മാർവാന്യൂസിൽ പഠിച്ചപ്പോഴാണ് ഈ പറഞ്ഞ മാതിരി മാർവാന്യൂസ് കോളേജ് കുറച്ചുകൂടെ ഇത്തരം സെൻട്രൽ സ്ഥാപനങ്ങളിലോട്ടൊക്കെ കുറെ പേർക്ക് പോകുന്ന തരം ഒരു സ്ഥാപനമാണ്. അപ്പൊ അവിടെ എന്റെ സീനിയേഴ്സ് ആയിട്ട് പഠിച്ചവരൊക്കെ ഇങ്ങനെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, കേരളത്തിന്റെ കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാല, തമിഴ്നാട് സർവകലാശാല, ഹൈദരാബാദ്, JNU എന്ന് പറഞ്ഞ് പല സെൻട്രൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാനും ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. 3rd ഇയറിൽ പഠിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്തെന്നുള്ള ക്വസ്റ്റ്യനിൽ എൻ്റെ ആദ്യത്തെ ഓപ്ഷൻ ഡിഗ്രി പൂർത്തിയാക്കുക, ജോലി ചെയ്യുക. മനോരമയിൽ അപ്ലൈ ചെയ്യാം, ഏഷ്യാനെറ്റിൽ അപ്ലൈ ചെയ്യാം, പിന്നെ അല്ലാത്ത ഓൺലൈൻ വെബ്സൈറ്റുകളിൽ. ഇതിൽ ഈ മനോരമ, ഏഷ്യാനെറ്റൊക്കെ അപ്പോഴും സംശയമാണ്. അതൊക്കെ വലിയ സ്ഥാപനങ്ങളല്ലേ, കിട്ടുമോയെന്ന് ഉറപ്പില്ല, ഫ്രഷറായിട്ടൊന്നും കയറാൻ പറ്റില്ലായിരിക്കും. ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് മനസ്സിൽ. അപ്പോൾ ജോലിക്ക് കയറാമെന്ന് പറഞ്ഞ് നിന്ന സമയത്താണ്
ആ സമയത്ത് ഞാനിങ്ങനെ കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു CSCF എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഓർഗനൈസേഷൻ പതുക്കെ ഞങ്ങൾ കുറച്ചൊരു കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു സംഘടനയായിരുന്നു മത്സ്യമേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. അതെ കുറച്ച് മുന്നേ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞ കുട്ടിയും പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ഓർഗനൈസേഷന്റെ തുടക്കവും പറയണം കേട്ടോ. ഞാൻ പറയാം. അപ്പോൾ CSCF എന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ അന്നേരം ഉണ്ടായിരുന്ന പലരും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ ഒരു നഴ്സിംഗ്, ടീച്ചിങ് പോലത്തെ അല്ലെങ്കിൽ ITI പോലത്തെ ടിപ്പിക്കൽ കുറേ മിക്കവരും ചൂസ് ചെയ്യുന്ന ഫീൽഡ് അല്ലാതെ ഒരു കോഴ്സ് നീ പഠിച്ചു, എന്തുകൊണ്ട് നീ അതിൻ്റെ ഉപരിപഠനത്തിന് പൊക്കൂടാ, നീ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കുറേ പേര് ചേർന്ന് തന്നൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഹൈദരാബാദിലും പോണ്ടിച്ചേരിയിലും ഒക്കെ ഉൾപ്പെടെ അന്ന് അപ്ലൈ ചെയ്യുന്നത്. വൺ തിങ് ലെഡ് ടു അനദർ എന്ന് പറയുന്ന പോലെ എങ്ങനെയൊക്കെയോ ഞാൻ കറക്റ്റായിട്ട് ആ എൻട്രൻസ് പരീക്ഷ പാസ്, ഒരുപാട് പേരുടെ സഹായമുണ്ട്, ഒറ്റയ്ക്ക് ചെയ്തൊരു സാധനമൊന്നും ആയിരുന്നില്ല. കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ കുറേ പേര് ഇംഗ്ലീഷ്, നമ്മൾ ഹൈദരാബാദ് ക്യാമ്പസിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ദേശീയ പ്രവേശന പരീക്ഷ, ഒരു നാഷണൽ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്യാമ്പസിൽ നേരിട്ട് ചെന്ന ഒരു ഇൻ്റർവ്യൂ, ഒരു ഫാക്കൽറ്റീസ് നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് അവരൊരു ഇൻ്റർവ്യൂ നടത്തുക, ഇൻ്റർവ്യൂ പാസ്സാവണം. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഇടുക. അപ്പം ഈ എൻട്രൻസ് എക്സാം ഞാൻ കുറേ കുത്തിയിരുന്ന് പഠിച്ചും പല ഫാക്ടേഴ്സ് കൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ കടന്നു കിട്ടി. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തിയപ്പോഴത്തേക്ക് എൻ്റെ കൈയും കാലം വിറച്ചായിരുന്നു. അതിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയമാണ്. ഡിഗ്രിക്കും കേരളത്തിൽ തന്നെയുള്ള ഒരു കോളേജിൽ പഠിച്ച ഒരാളാണ്. എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് എഴുതാനും കഷ്ടിച്ചൊക്കെയാണ് പറ്റുക, വർത്താനം പറയാൻ ഒട്ടും തന്നെ പറ്റുന്നില്ലായിരുന്നു. നല്ല കോൺഫിഡൻസ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂവിൽ എങ്ങനെ പറഞ്ഞൊപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ ഒരു 1-2 പേരുടെ ട്രെയിനിങ് അവർ കുറച്ച് പേര് ചേർന്ന് പറഞ്ഞു തന്നു. നാട്ടിൽ നിന്ന് തന്നെ വിദേശത്തൊക്കെ പോയി പഠിച്ച 1-2 പേര് ആ സമയത്ത് അവിടെ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ പോയി സഹായം ചോദിച്ച് അവരെനിക്ക് പഠിപ്പിച്ച് തന്ന് ആ കോൺഫിഡൻസ് ഒക്കെ തന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഹൈദരാബാദ് പോലൊരു വലിയ സിറ്റിക്കകത്തൊക്കെ ആദ്യം എൻ്റെ പപ്പയും ഞാനും കൂടെ പോയത്. എൻ്റെ പപ്പയ്ക്ക് ഒട്ടും ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ഹൈദരാബാദ് ഏതാ ഒരു പിടിയുമില്ല. അവിടെ ചെന്നൊരു റൂം കണ്ടുപിടിച്ച് താമസിച്ച് പിറ്റേന്ന് ഒരു ബസ്സും ഓട്ടോയും ഒക്കെ എടുത്ത് ക്യാമ്പസിലെത്തി. അവിടെ പോയി തെലുഗു അറിയില്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അറിയുന്ന വാക്കൊക്കെ വെച്ച് സംസാരിച്ച് ആ ഇൻ്റർവ്യൂവിനെത്തി. അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഞാൻ പലതും പഠിച്ചുകൊണ്ട് പോയത് പോലും ഓർത്ത് പറയാൻ പറ്റാതെ വിക്കി സംസാരിച്ചിട്ട്, പക്ഷെ എൻ്റെ സംസാരം കേട്ടിട്ട് എൻ്റെ അവിടെ ഇരുന്ന ഇൻ്റർവ്യൂവിൽ ഇരുന്ന പാനലിലുള്ളവർക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് കാര്യം അറിയാം, പക്ഷെ വായിന്ന് വരുന്നില്ല എന്നുള്ള സാധനമായിരുന്നു. അപ്പോൾ അവരത് അന്ന് തന്നെ ഒരു ഫാക്കൽറ്റി എന്നോട് പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ട് സിന്ധു സെറ്റ് ആയിക്കോളും, വി വിൽ ഗിവ് യു എ ചാൻസ് എന്ന്, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള വി വിൽ സീ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സാധനം പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നീട് അവിടെ അഡ്മിഷൻ കിട്ടി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ട്രെയിനിങ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. നമ്മളൊരു പുറത്തൊരു വലിയൊരു ക്യാമ്പസിൽ ചെന്ന് ലോകം വിശാലമാക്കാനുള്ള ആ ഒരു ട്രെയിനിങ് ആയിരുന്നു അത്. ഹൈദരാബാദ് എത്തപ്പെടുന്നത് വരെയുള്ള ആ ഒരു ട്രാക്ക് അങ്ങ് പല ഫാക്ടേഴ്സ്, ഒരുപാട് വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ചിലതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കി തരുന്ന നമ്മുടെ തലയ്ക്കകത്ത് ഉപബോധ മനസ്സിലുണ്ടാക്കി തരുന്ന ചില ധാരണയുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഈ പറയുന്ന വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അതെങ്ങനെയാ, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താമെന്ന് ആൾക്കാർ പറയും. ഹാർഡ് വർക്കൊന്നും അല്ല, ഹാർഡ് വർക്ക് ഉണ്ടാവണം, ഉറപ്പായിട്ടും ഉണ്ടാവണം. പക്ഷേ നിങ്ങളൊരു കോളനി ജനിച്ച ആളാണെങ്കിൽ, നിങ്ങളൊരു വളരെ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു വരുമാനത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളാണെങ്കിൽ, ഒരു തോട്ടം തൊഴിലാളിയുടെ മകനാണെങ്കിൽ, ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ ഓപ്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ തലയിലുണ്ട്. ഇതാരെങ്കിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ഒന്നല്ല. അല്ല, അതിനൊരു ഉദാഹരണം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനെ ഇന്റർവ്യൂ ചെയ്തു, അലൻ എന്ന് പറയുന്നത്. അവര് മറ്റേ തേയില മേഖലയിലെ ഇതാ. അപ്പൊ ആ പുള്ളി MBBS പഠിക്കണം എന്നായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് 2 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. പിന്നെ നേരെ സ്കൂളിൽ പഠിപ്പിക്കാൻ ടീച്ചറിലായിട്ട് പഠിച്ച് അവിടെ തന്നെ ടീച്ചറായി. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അദ്ദേഹം ആദ്യം പഠിപ്പിക്കുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ പിള്ളേരോട് ചോദിച്ചാൽ ആരാവണം. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും ഓട്ടോ ഡ്രൈവർ ആയാൽ മതി. അതായത് അവര് കാണുന്ന ഏറ്റവും വലിയ ആള് ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പൊ സിന്ധു പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. കാരണം സിന്ധുവിനെ സംബന്ധിച്ച് സിന്ധുവിന്റെ സറൗണ്ടിങ്സിൽ ഈ പറയുന്നവർ തുമ്പയിലേക്ക് പോകുന്നു, നേഴ്സ് ആവുന്നു, ഇതാവുന്നു, അത് കഴിഞ്ഞൊരു ഓപ്ഷൻസ് ഇല്ല. അതെല്ലാവർക്കും മനസ്സിലാവണമെന്നുമില്ല.
അതാണ് അത് പറഞ്ഞ് അത് ഈ ലൈഫിൽ നിന്ന് വരാത്ത ഒരാളോട് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ പാടാ. അവര് വിചാരിക്കുന്ന നിങ്ങൾ കുഞ്ഞിലെ തന്നെ നിങ്ങൾ ഡോക്ടർ ആവണം, ഞാൻ നീറ്റ് ക്ലിയർ ചെയ്ത് ഡോക്ടർ ആവാൻ കയറും, അല്ലെങ്കിൽ ഞാൻ സിവിൽ സർവീസിന് പോകുന്നു, നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ അതെത്തും. ആൽക്കമിസ്റ്റിനകത്ത് പറയുന്ന അതൊക്കെ കുറച്ച് അതെല്ലാവർക്കും ആ ഫിലോസഫി വർക്കൗട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വരുന്ന നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം, ആ ഫിലോസഫി വർക്കൗട്ട് ആവണമെങ്കിൽ പോലും നിങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ സ്കൂളിലും എൻ്റെ ക്ലാസ്മേറ്റ്സിൽ ഒട്ടുമിക്കവരുടെയും ആഗ്രഹം ആമ്പിള്ളേരെ സംബന്ധിച്ച് ഗൾഫിൽ പോവും. +2 കഴിയാൻ ഡിഗ്രി പഠിക്കുമെന്നൊന്നും 90% പേരും കരുതിയിട്ടില്ല. ഗൾഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിൽ എത്തപ്പെടുക. എൻ്റെ നാട്ടിൽ ഗൾഫ് മൈഗ്രേഷൻ ആണ്. ഞങ്ങളുടെ അച്ഛൻ്റെ തലമുറ വരെയുള്ള തലമുറ ഈ പറയുന്ന മത്സ്യബന്ധനമാണെങ്കിൽ ഞങ്ങളുടെ തലമുറ തൊട്ട് അങ്ങോട്ട് ഗൾഫ്. എൻ്റെ അച്ഛൻ്റെ തലമുറയിൽ നിന്ന് നല്ലൊരു പങ്ക് അവിടെ നിന്നാണ് ഗൾഫ് മൈഗ്രേഷൻ തുടങ്ങിയത്. പിന്നീട് ഞങ്ങളുടെ തലമുറയായപ്പോൾ അത് വളരെ ആക്റ്റീവായി. ഇപ്പോൾ ഞങ്ങളുടെ തലമുറക്കാർ തന്നെ ഗൾഫ് വിട്ടിട്ട് ഇപ്പൊ UK യൂറോപ്യൻ മൈഗ്രേഷനിലോട്ട് കൂടെ എത്തപ്പെടാൻ പറ്റും. അതാണ് അവിടെ ഉണ്ടായൊരു പുരോഗമനം. പക്ഷെ അവിടെ പോയിട്ടും നമുക്ക് ഈ പറഞ്ഞൊരു പ്രൊഫഷണൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറൊരു റിയാലിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഗൾഫിൽ പോവുക, പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ TTC പഠിച്ച് ടീച്ചർ ആവാൻ ശ്രമിക്കുക. എൻ്റെ കൂടെ പഠിച്ച പലരും അന്നത്തെ എന്നെക്കാളും മിടുക്കരായിട്ടുള്ള പലരും ഇന്ന് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. വളരെ ബഹുമാനിക്കുന്ന ജോലിയാണ്, ഒട്ടും കുറച്ചൊന്നും കാണിക്കുന്നില്ല. പക്ഷെ എനിക്ക് ചിലരുടെ കാര്യത്തിലെങ്കിലും തോന്നിയിട്ടുണ്ടായോ ഇയാൾ ടീച്ചർ ആവേണ്ട, അവിടുത്തെ ഒരു ചെറിയ സ്കൂളിൽ ടീച്ചറായി നിൽക്കേണ്ട ആളായിരുന്നില്ല. ഒരു ലാബിൽ ഒരു ബയോകെമിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്സ് പഠിച്ചൊരു സയന്റിസ്റ്റ് ആയിട്ടോ ഒക്കെ പോകാൻ പറ്റുന്ന അത്രയും കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കല്യാണം, വീട്ടിലെ സാഹചര്യം, ഇത്ര വരെയൊക്കെ പറ്റൂ, ഇതിനപ്പുറം പറ്റില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ തലയിൽ അങ്ങ് കേറുന്ന ഒരു ഇതിലൊക്കെയും ഫിനാൻസ് ഒരു ഫാക്ടറാണ്. കാരണം നമ്മുടെ പേരൻസിന് എത്രത്തോളം മുടക്കാൻ പറ്റും എന്നുള്ളതാണ് ഓരോ സ്റ്റുഡൻസും പഠിക്കുമ്പോൾ ചിന്തിക്കുന്നത്. എന്റെ അച്ഛനമ്മയ്ക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിൽ നിന്നിട്ടുള്ള ഒരു കോഴ്സ് ഇപ്പം പറഞ്ഞല്ലോ സ്റ്റൈഫൻഡ് കിട്ടുമോ എന്ന് നോക്കി 4ാം ചിറയിലെ മാറിവേനസിലേക്ക് പോയ സിന്ധുവിനെ എനിക്ക് മനസ്സിലായോ? അല്ല, ഹൈദരാബാദ് പഠിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു. ഹൈദരാബാദിലൊക്കെ പോയിട്ട് ഫിഷറീസ് ഗ്രാൻഡ് ഒക്കെ കിട്ടാൻ നല്ലപോലെ ഓടിയിട്ടുണ്ട്. മാറിവേനസ് വരെ കാര്യങ്ങൾ കുഴപ്പമുണ്ടായിരുന്നില്ല. മാറിവാനസിൽ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. കാര്യം ടെക്നിക്കൽ പ്രശ്നമായിരുന്നു. അവിടെ ഫിഷറീസ് ഗ്രാൻഡിന് ആ വർഷം അർഹയായ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത ഒരേ ഒരാൾ ഞാനാണ്. അപ്പൊ ഈ ഇപ്പൊ പട്ടികജാതി ഗ്രാൻഡ് അല്ലെങ്കിൽ OBC സ്കോളർഷിപ്പ്, സിംഗിൾ ഫീമെയിൽ സൈഡ് സ്കോളർഷിപ്പ്, അങ്ങനെ പലതരം സ്കോളർഷിപ്പിന്റെ 100ഉം 200ഉം 500ഉം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമ്പോൾ ഫിഷറീസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഒറ്റ ആളുടെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് അവിടെ കിടക്കും. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ഈ മറ്റ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാൻഡ് പൈസ കൈ കിട്ടി 7-8 മാസം, ചിലപ്പോൾ 1 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇവാനുവൽസിന് എനിക്ക് ആ പൈസ കൈ കിട്ടുന്നത്. അത് അവരുടെ മിസ്റ്റേക്ക്, കോളേജിന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല. ഒരാളുടെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് എത്തുന്നതിനെടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കിട്ടിയായിരുന്നു. ഹൈദരാബാദ് എത്തിയപ്പോഴത്തേക്കും ഞാൻ അതും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഹൈദരാബാദ് എത്തിയപ്പോഴത്തേക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഈ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഗ്രാൻഡ് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ കേരളത്തിൽ അവൈലബിൾ അല്ലാത്തൊരു കോഴ്സ് കേരളത്തിന് പുറത്ത് പോയി നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ദേശീയ പ്രവേശന പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റ് കയറി ഒരു കോഴ്സ് പഠിക്കാൻ എത്തിയവരായിരിക്കണം. അപ്പൊ എന്റെ കാര്യത്തിൽ ഈ രണ്ടാമത്തതാണ് എനിക്ക് ആപ്ലിക്കബിൾ. കാരണം കേരളത്തിനകത്ത് ജേർണലിസത്തിൽ MA ഉണ്ട്. അതില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഹൈദരാബാദ് പോയത്. രണ്ടാമത്തെ സാധനം പറഞ്ഞിട്ട് ഞാൻ ആ ഒരു സംഗതി വെച്ചിട്ടാണ് ഞാൻ പോയിട്ട് ഇവിടെ തിരുവനന്തപുരത്തെ ഫിഷറീസ് ഓഫീസിൽ പോയി സംസാരിച്ചപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ചോദിച്ചപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞത്, എനിക്ക് ഈ സംഗതി അറിയില്ല എന്ന് അസ്യൂം ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞത്, ഈ കോഴ്സ് ഇവിടെ കാര്യവട്ടത്തുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഹൈദരാബാദ് പോയി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കാര്യവട്ടത്തുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ഹൈദരാബാദ് പോയത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ അവരെന്നോട് തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ പറഞ്ഞാൽ മതിയോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെന്ന്? ഞങ്ങൾക്ക് ഞങ്ങൾ തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞ ഉടനെ ഞങ്ങളങ്ങ് ഗ്രാൻഡ് തരുവാണോ എന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായില്ല, സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, ഫോൺ എടുത്തിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ക്യാമ്പസ് ആണോ അല്ലോ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഞാൻ നോക്കിക്കോളാം, വിട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും എനിക്ക് അതിനോട് ഭയങ്കര ദേഷ്യവും അമർഷവും
നമ്മൾക്ക് അവകാശപ്പെട്ട ഒരു സാധനം കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ സിസ്റ്റത്തിന്റെ പുറകെ നടക്കാൻ നമ്മൾ തന്നെ അത് ജസ്റ്റിഫൈ ചെയ്യുക. വൈ ദിസ് ഈസ്, എന്തുകൊണ്ട് ഈ സ്ഥാപനം, എന്തുകൊണ്ട് ഇവിടെ പഠിക്കാൻ ഞാൻ പോയി, എന്തൊക്കെ സാധനം ഞാൻ പാസ്സായി, ഇതൊക്കെ ഇവർക്കൊരു സിമ്പിൾ ഗൂഗിൾ സെർച്ചിൽ കിട്ടാവുന്ന കാര്യമാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് ഫോൺ കോളുകൾ, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം ഒക്കെ നടത്തിയിട്ടാണ് ഏറ്റവും അവസാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മലയാളത്തിലുള്ളൊരു ഫോമാണ് ഇവിടുന്ന് ഞാൻ ഫില്ല് ചെയ്ത് ബാക്കി ഡോക്യുമെന്റ്സുമായിട്ട് ക്യാമ്പസിൽ കൊടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവർ സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഈ മലയാളം ഫോം ഞങ്ങൾ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക, അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ ആരെങ്കിലും വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ തിരുവനന്തപുരത്തെ ഫിഷറീസ് ഓഫീസിൽ പോയിട്ട് ഞാൻ അവർക്ക് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ ഫോം ഉണ്ടാക്കണം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുന്നത്, ഇംഗ്ലീഷിൽ ഫോമും ചോദിച്ച് ഇവിടെ ആരും വന്നിട്ടില്ല, നിങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഒരു സെൻട്രൽ ക്യാമ്പസിൽ നിന്നും പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇനിയും പിള്ളേർ വരും, നിങ്ങൾ എഴുതി വെച്ചു, ഇനി പിള്ളേർ വരും, പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഫോം വെച്ചാൽ നിങ്ങൾക്ക് നന്നാവും, ഇല്ലെങ്കിൽ ഈ നൂലാമാല നിങ്ങളുടെ പുറകെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. ഇത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. കോഴിക്കോടത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുള്ള ഒരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചിട്ട്, അവൻ UP-യിലുള്ള നമ്മുടെ ഒരു സെൻട്രൽ ക്യാമ്പസിൽ പഠിക്കാനായിട്ട് ഇത് എന്തൊക്കെയാ ചേച്ചി ചെയ്യേണ്ടത്, എനിക്ക് നിങ്ങളുടെ പോസ്റ്റ് കണ്ടു, എനിക്ക് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് എനിക്ക് ഇവിടെ കിട്ടുമെന്ന്. അതുപോലെ ടിസ്സി പഠിക്കുന്ന ഒരു കുട്ടി, അഞ്ചുതേങ്ങുള്ള സ്റ്റുഡൻറ്റ്, പിൽക്കാലത്ത് എൻ്റെ സുഹൃത്തായ അവള് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, എനിക്കും ഇത് നോക്കണം എന്നുണ്ടെന്നൊക്കെ. ഒരുപക്ഷെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നത് തന്നെ ഇങ്ങനെ കുറെ മാറ്റത്തിന് ഇടയാക്കുന്നുള്ളതാണ്. ഒരു പക്ഷെ ഇത്രപ്പെട്ട ആളുകൾക്ക് ഒന്നുകൂടെ ഒന്ന് വിസിബിലിറ്റി. കാരണം ഇപ്പം ഈ ആൾക്കാർ പറയും സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങൾക്കാണ്. അല്ല, ഇപ്പം ഞാൻ സിന്ധുവിനെ കണ്ടതും സിന്ധു ഈ പറഞ്ഞ ആളുകളെ പരിചയപ്പെട്ടു. ഇപ്പൊ സിന്ധു തന്നെ പറഞ്ഞല്ലോ, ഒരാളെ ഉള്ളൂ, ഇപ്പൊ അത് ഒന്നിൽ കൂടുതലായി, 10ഓ 15ഓ ആയി. സിന്ധു നടത്തിയൊരു വിപ്ലവം തന്നെയാണ്. ഒറ്റയ്ക്ക് അത് എഴുതുമ്പോൾ ആളുകൾക്ക് എത്തുമ്പോൾ ഇത് എനിക്ക് തെറ്റിയതാണല്ലോ, എനിക്ക് ഇങ്ങനെ പറ്റാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് സഹായിക്കാമല്ലോ എന്ന് പറയും. ഇത് പിന്നെ ഫിഷറീസിന്റെ പിന്നെ ഈ ഗ്രാന്റ് കിട്ടിയിട്ടാണ് അവിടെ പഠിച്ചിറങ്ങിയത്. അതെ. പിറ്റേ വർഷം തൊട്ട് അവരത് ഇംഗ്ലീഷ് ഫോം തനിയായി. പിറ്റേ വർഷം എനിക്ക് സെക്കൻഡ് ഇയറിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി ഇംഗ്ലീഷ് ഫോം ആയി. പിന്നെ അങ്ങോട്ടാണെങ്കിലും പൂവാർന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കശ്മീരുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചായിരുന്നു, അവന് ഇംഗ്ലീഷ് ഫോം തന്നെ കിട്ടി. അവന്റെ പുറകെയൊക്കെ ഒരുപാട് പേര്, വേറൊരു പുതിയതുറ എന്നുള്ളൊരു ഒരു കുട്ടി, അവള് ഡൽഹിയിൽ പഠിച്ചായിരുന്നു, മിരാണ്ട കോളേജ് സെൻട്രൽ ക്യാമ്പസ് അല്ല, പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ചായിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ പിന്നീട് ഈ പറഞ്ഞ ഈ ഫിഷറീസ് ഗ്രാന്റ് അന്വേഷിച്ച് പിന്നെ ആ ഓഫീസിൽ പോയ ആർക്കും തന്നെ മലയാളം ഫോം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കഷ്ടപ്പാടുണ്ടായില്ല. എന്നെ സംബന്ധിച്ച് ഞാനും പിന്നീട് ഹൈദരാബാദായിരുന്നു. അങ്ങനെ 2018 ബാച്ചായിരുന്നു ഹൈദരാബാദിലെ ജേർണൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം സിന്ധുവിനെ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഓഖിയുടെ ദുരന്തം എങ്ങനെയാണ് ഇന്നും നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഒരു പ്രദേശം? ഓഖി അടിച്ച വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ്, എല്ലാ കടൽ തീരങ്ങളിലും അടിച്ച കടൽ തീരങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ചെയ്യും? കാരണം ഓഖിയിലെ തന്നെ ആ ഫണ്ട് തിരിമറി നടത്തി എന്നുള്ളൊരു വാർത്ത വരെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം സിന്ധുവിനെ കണ്ടപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഓക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ അടുത്ത വർഷം ആകുമ്പോൾ 10 വർഷമാവുന്നു. ഇപ്പൊ ഏതാണ്ട് 2017 2027 ആകുമ്പോൾ 10 വർഷമാവുന്നു. നമുക്കൊക്കെയും നവംബർ അവസാനത്തെ ആഴ്ചയാകുമ്പോൾ, നവംബർ 29, നവംബർ 30 ആ ഒരു തീയതികളാവുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു കാര്യം ആരെങ്കിലും ഒക്കെ ഇപ്പോഴും അത് ഷെയർ ചെയ്യും. ഓഖിയുടെ 5ാം ആണ്ട് 6ാം ആണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരുപാട് ഓർമ്മകളെ പുറകിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചൊരു ഓഖി വന്നപ്പോ കേട്ട വേറൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. ആ സമയത്ത് മീൻ ആരും വാങ്ങിക്കത്തില്ല. മീൻ പറയുന്ന ഈ ഓഖി വന്ന് കൊണ്ടുപോയി ഡെഡ് ബോഡീസ് കഴിച്ച മീനുകളാണ് എന്നും പറഞ്ഞിട്ടായിരുന്നു. അതൊരു എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കരമായിട്ടും എന്തോ മനുഷ്യർ ഇങ്ങനെ പറയുന്നതെന്നൊരു ഫീല് വന്നു പോയി. അവര് ഇതുവരെ കൊണ്ടുവന്ന മീനിനോട് ഒരു കുഴപ്പമില്ല. മീൻകാര് വേണം. ഇവിടെ മീൻ കൂട്ടാണ്ട് മലയാളികൾക്ക് ഉണ്ണാൻ പറ്റാത്ത ഒരു എത്രയോ ശതമാനം, അതായത് സസ്യാഹാരം കഴിക്കുന്നവരെ കഴിഞ്ഞും കൂടുതലും ഇത് കഴിക്കുന്നവരാ. അവര് തന്നെ പറയുവാണ്, ആ കടലിൽ പോയി മീൻ ഇവർക്ക് വേണ്ടി മുട്ടാനുള്ള മീൻ എടുക്കാൻ പോയവരോട് അവര് ചത്ത് ചീഞ്ഞ് അതാണെന്ന് പറയുന്നൊരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയാണ് ആ സമയത്ത് ഒരു വലിയ കൺസേൺ ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ പുറകെ കുറെ അധികം കാലം നമ്മുടെ നാട്ടില് മീന് ആർക്കും, ഒന്നാമത് ഓഖി അതിനകത്ത് പെട്ടവർക്കും ഈവൻ അന്നത്തെ ദിവസം കടലിൽ പോവാത്തവർക്കും ഉൾപ്പെടെ ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ട്രോമയായിരുന്നു.
ഞാൻ തന്നെ വ്യക്തിപരമായി കുറേ മത്സ്യത്തൊഴിലാളികളോട് ഓഖിയിൽ സർവൈവ് ചെയ്ത് 1-2 ദിവസമൊക്കെ കടലിൽ കിടന്നിട്ട് തിരിച്ച് ജീവനോടെ എത്തി റിക്കവറായ കുറേ പേരോട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. ഞങ്ങളതൊരു ഡോക്യുമെൻറ്റേഷന് ശ്രമിച്ചായിരുന്നു. CSCF-ന്റെ നേതൃത്വത്തിൽ, കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം, ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ. അന്ന് സംസാരിച്ച പലരും ഇനി കടലിൽ പോകാൻ പറ്റുമോ എന്ന് തന്നെ, കാര്യം അത്രയധികം അവരുടെ ജീവിതത്തിന് അത് വല്ലാണ്ട് അങ്ങ് ഒലച്ചുപോയി. കടൽ കാണുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞവരായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി അവരൊക്കെ പോയി. കാര്യം പോവാതിരിക്കാൻ വേറെ നിർവാഹമൊന്നുമില്ല. കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള വളരെ ചുരുക്കം ചിലർ ഓട്ടോ ഓടിക്കലോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ചില മത്സ്യബന്ധന അനുബന്ധ പണികളിലോട്ടൊക്കെ മാറി. പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും തിരിച്ച് കടൽപ്പണിക്ക് തന്നെ പോയായിരുന്നു. അപ്പോൾ ഈ തിരിച്ച് കടൽപ്പണി വീണ്ടും ഒരു ഏതാണ്ട് ആഴ്ചകൾക്ക് ശേഷം മറ്റേ മാനസിക ധൈര്യം സംഭരിച്ച് പിന്നെ എങ്ങനെയെങ്കിലും ഈ പണിക്ക് പോയി വീട് നോക്കണ്ടേന്ന് പറഞ്ഞ് പണിക്ക് പോയി തുടങ്ങുമ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ വന്ന ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഇത്. ഇവർ പണിയെടുത്ത്, എൻ്റെ അച്ഛനൊക്കെ ഉൾപ്പെടെ മീൻ കൊണ്ടുവരും, മീനിന് വില കിട്ടത്തില്ല, കാര്യം വാങ്ങാൻ ആളില്ല. അന്വേഷിക്കുമ്പോൾ ഇതാണ്, ആളുകൾക്കൊക്കെ പേടി. മാധ്യമങ്ങൾക്കൊക്കെ അതിനൊരു പങ്കുണ്ട് കേട്ടോ. മാധ്യമങ്ങളിലൊക്കെ ഈ നറേറ്റീവ് ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഒരു സാധനത്തിന്റെ ആ ഭീതി ആരെങ്കിലും പങ്കുവയ്ക്കും മുമ്പേ തന്നെ മീഡിയക്കാർ തന്നെ അതങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്താണ്, ഭീതിയിൽ പൊതുജനം, അത് കാരണം അവർ മീൻ കഴിക്കുന്നില്ല, മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് മീനിന് വില കിട്ടുന്നില്ല, അവരുടെ കുടുംബം പട്ടിണിയിലാവുന്നു എന്നുള്ളൊരു നറേഷൻ ചുറ്റും ഓടുന്നതോടുകൂടി ആഴ്ചകളോളം മീനിന് വില കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമയമെടുത്തും പിന്നീട് സമയം കുറച്ച് കഴിയുമ്പോൾ ഇത് ആളുകളുടെ മെമ്മറിയിൽ നിന്ന് പോവും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വീണ്ടും കാര്യം ചേച്ചി പറഞ്ഞ പോലെ മീൻ കഴിക്കാതിരിക്കാനൊന്നും ആത്യന്തികമായി നമ്മുടെ നാട്ടുകാർക്ക് പറ്റത്തില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ചു കാലം ഇവരിത് ഇങ്ങനെ കഴിക്കാണ്ടൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളെയൊക്കെ ഒരു ദുരന്തം കഴിഞ്ഞ് പിന്നെയും നമുക്ക് റിക്കവറി പറ്റാത്ത വിധത്തിൽ നമ്മളെ പിന്നെയും അടിച്ചിരുത്തുന്ന ഒരു സാഹചര്യവും കുറേ കാലം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഖി ഇന്നും നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ വീട്ടിൽ ഉൾപ്പെടെ ഓഖിയുടെ ഏരിയയായ അല്ലെങ്കിൽ ഓഖി കാരണം അവരുടെയൊക്കെ വീടുകളിൽ പോകുമ്പോഴൊക്കെ ഈ മെമ്മറി ഇങ്ങനെ വരും. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത സുഹൃത്തുക്കൾ കിടക്കെന്ന് പറഞ്ഞു, എത്ര പേരെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പം പോയിട്ടുണ്ടോ, അതോ ജീവനോടെ ഉണ്ടോ, വേറെ എടുത്തുണ്ടോ എന്നൊക്കെ തിരിച്ചറിയുന്ന മനുഷ്യന്മാരും ഉണ്ടാവില്ലേ? അങ്ങനെ പൂർണ്ണമായിട്ടും ബോഡി റിക്കവർ ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട്. എനിക്കതിൻ്റെ കറക്റ്റ് കണക്ക് അറിയില്ല. ആ സമയത്ത് ഉണ്ടായ ഒരു ഗവൺമെൻറ് ചെയ്ത ഫിഷറീസ് വകുപ്പൊക്കെ ചെയ്ത ഒരു മാറ്റം, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയ ഒരു ചെറിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി നിങ്ങളെ കാണാതായാൽ, നിങ്ങൾ മരണപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും ആഴ്ചകൾ കഴിഞ്ഞിട്ട് ആൾ വന്നില്ലെങ്കിൽ. പക്ഷേ മത്സ്യബന്ധനത്തിനിടെ മരണപ്പെട്ടവരാണെന്നുള്ള സ്ഥിരീകരണം കിട്ടാനായിട്ട് 10 വർഷമോ 5 വർഷമോ അതോ 7 വർഷം, അങ്ങനെ ഒരു വലിയ കാലഘട്ടം വേണമായിരുന്നു. മത്സ്യബന്ധനത്തിനിടെ മരണപ്പെടുന്നവർക്ക് സർക്കാരിൻ്റെ ധനസഹായം ഉണ്ട്, ഫിഷറീസ് വകുപ്പിൻ്റെ. പക്ഷെ ആ ധനസഹായം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സർക്കാർ സ്ഥിരീകരിക്കണം ഇയാൾ മരണപ്പെട്ടു എന്ന്. ഈ സ്ഥിരീകരണം നടക്കണമെങ്കിൽ ഇത്ര വർഷം കഴിയണം എന്നായിരുന്നു. പക്ഷെ ഓഖിയുടെ കാര്യത്തിൽ അവരത് കുറച്ച്, ആ കാലഘട്ടം എത്രയോ മാസമോ ഒരു കൊല്ലമോ ആയിട്ട് അവരത് ചുരുക്കിയായിരുന്നു. കാര്യം അതൊരു വലിയൊരു ദുരന്തം ആയതുകൊണ്ട് തന്നെ ഓഖിയുമായി ബന്ധപ്പെട്ട റിക്കവറി ഒക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കേരള സർക്കാർ, 1ാം പിണറായി സർക്കാരായിരുന്നു ആ അടുത്ത കാലത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ ആക്റ്റീവായിട്ട് അവർ ചെയ്ത ഒരു പുനരധിവാസ പാക്കേജ് ആയിരുന്നു ഓഖിയുടെ ഇരകളാക്കപ്പെട്ട ഫാമിലികൾക്ക് കിട്ടിയത്. അതിലും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് പരാതികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജനറലി അതിന് തൊട്ട് മുമ്പൊക്കെ നടന്ന ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശേഷം സംഭവിച്ച പല ദുരന്തങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അവർ ആ പാക്കേജ് കൊടുക്കാനായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി, മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെയും മക്കളുടെയും പേര്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേര്, വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ മാതാപിതാക്കളുടെ പേര് ഒരു ഫിക്സഡ് എമൗണ്ട് 10 ലക്ഷം രൂപയോ മറ്റോ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാശ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ രൊക്കം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തരത്തില്ല. എത്രയോ വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുകയാണ്. അതിൻ്റെ മാസം നിങ്ങൾക്ക് അതിൻ്റെ പലിശ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഒരു മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കേണ്ട കാര്യത്തിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതൊന്നൊരു ബൾക്ക് തുക നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ വലിയൊരു പേപ്പർ വർക്കിൽ കൂടെ കടന്നു പോകണം. അതായത് പഞ്ചായത്തിന് അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം ഈ പൈസ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെന്ന്. അപ്പം സിസ്റ്റം നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിലൂടെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ കാശ് ഇവർ കൊണ്ടുപോയി വെറുതെ ചെലവാക്കി കളയും, ഇവർ വെറുതെ ദൂർത്തടിച്ച് കളയും. അതെവിടുന്നാ വരുന്നതെന്നുള്ളതാണ്.
ഈ കാശ് എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇത് വെറുതെ ദൂർത്തടിച്ച് കളയുന്നവരായി മാറും. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ കാശ് ലോക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഇവർ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് സങ്കീർണമായ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച ഇവർ പെട്ടെന്നൊന്നും ഈ കാശിന്റെ പുറകെ വരൂല എന്നും പറഞ്ഞിട്ടുള്ളൂ. അന്ന് ആ സമയത്തൊക്കെ ഞാൻ ഈ ഫ്രീലാൻസ് ആയിട്ടോ അല്ലാണ്ടൊക്കെ ജേർണലിസം കൂടെ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഒരുപാട് പേരുമായിട്ട് ആ സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൈസ കിടപ്പുണ്ട് മോളെ, പക്ഷേ ഈ പൈസ നമ്മുടെ കയ്യിൽ കിട്ടണ്ടേ. എൻ്റെ ഭർത്താവ് പോയി, ഞാനിപ്പോൾ ഒരു കട നടത്തിക്കണമെന്ന്, ഒരു കട ഇട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു. ഒരു കട നടത്തിക്കണമെങ്കിൽ എനിക്ക് ഒരു കടമുറിയുടെ അഡ്വാൻസും കൊടുത്ത് കുറച്ച് സാധനവും വാങ്ങാനായിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വേണം. ഈ കാശ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഈ കാശിന് വേണ്ടിയിട്ട് ഒരു സ്വയം സംരംഭം ചെയ്യുന്നതിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇപ്പോഴും മാസങ്ങളായിട്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കുകയാണെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചവരുണ്ട്. ഞാൻ ഓക്കിയുടെ 3ാം വാർഷികത്തിൻ്റെയോ ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു സീരീസ് ഓഫ് സ്റ്റോറി ചെയ്തായിരുന്നു. ആ സമയത്ത് എന്നോട് ഒരു ചേച്ചി പറഞ്ഞതാ, 3 വർഷം കഴിഞ്ഞിട്ട് സംഭവം നടന്ന് 3 വർഷം കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞ ഒരു വർഷമോ എത്രയോ മാസങ്ങളായിട്ട് അവർ ഈ പ്രോസസ്സിന്റെ പുറകെ നടക്കുകയാണ്. ഇതേ സാധനമാണ് ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തു കഴിഞ്ഞാൽ SC/ST ഇത് കൊണ്ടുപോയി വിൽക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ പേരിൽ എത്ര വർഷം കഴിഞ്ഞ് വിൽക്കാവുള്ളൂ എന്നുള്ള ഇൻക്ലൂസീവ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പം സിന്ധു പറഞ്ഞതുപോലെ ഇവർക്ക് 10 ലക്ഷം കൊടുത്താൽ ഇവർ ദൂർത്തടിക്കും, മറ്റവർക്ക് വീട് കൊടുത്താൽ അവരത് വിറ്റിട്ട് അത് കാശാക്കിയിട്ട് അവർ വീണ്ടും തെരുവിപ്പോൾ കിടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സിസ്റ്റം, അതായത് സർക്കാർ എന്തോ ദാനമാണ് നൽകുന്നത്. ഇന്നും ഇവിടുത്തെ ഉള്ള മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത്, ഇപ്പം ഓക്കി പോലെ അതൊരു ദുരന്തം, വലിയ ദുരന്തം വരുന്നല്ലോ, അങ്ങനെ ഒരു ദുരന്തത്തിൽ സംഭവിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണത്. അവരാണ് ആ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന്, ആ ഉത്തരവാദിത്തമാണ് അവർ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഇത് ഞങ്ങളുടെ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ആൾക്കാരിരുന്നപ്പോൾ ഇത് കാണിച്ചു. അതാണ് ഓക്കി ഫണ്ട് തട്ടിപ്പ് വരെ നമ്മൾ വാർത്തയായിട്ട് കണ്ടത്. കാരണം ഇവർക്ക് ഇപ്പോഴും മനസ്സിലായത് ഇവരൊക്കെ കുടിക്കുന്നവര്, ദൂർത്തടിക്കുന്നവര്, ഇവർക്ക് സിസ്റ്റത്തിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്നവര് അല്പസ്വല്പം ഹൈ ക്ലാസ് പ്രിവിലേജ് ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പൊ ഈ ഓക്കിയുടെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഓഖി ദുരന്തം കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമുക്ക് പ്രളയം വരുന്നത്. പക്ഷെ പ്രളയത്തിൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇറങ്ങിയതും അവിടെ നിന്നാണ് അല്ലെ, തിരുവനന്തപുരത്ത് നിന്നാണ് ആദ്യ മത്സ്യബന്ധനം ബോട്ട്. പറയുമ്പോൾ കുളിര് പോരുത്. കാരണം ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഈ ഓഖി നടക്കുമ്പോഴും പ്രളയം നടക്കുമ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് ന്യൂസ് 18 വർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ ഇന്ന് ഓർക്കുന്നുണ്ട്, ചെങ്ങന്നൂർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അവരാ ബോട്ട് അന്നൊരു പാട്ടൊക്കെ ഇറക്കിയായിരുന്നു, പിന്നെ കേരളത്തിന്റെ സൈന്യം അല്ലെ, രക്ഷാ സൈന്യം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അന്ന് അവരങ്ങനെ വിശേഷിപ്പിച്ച. അതായത് ഓക്കി അടിച്ചൊരു ദുരന്തത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു മനുഷ്യര്. അപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളം കേറിയാൽ അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ഉപ്പൂറ്റി വരെ തൊട്ടാൽ പ്രശ്നമില്ല, അത് നമ്മുടെ കഴുത്ത് തൊട്ടാൽ എന്താ പ്രശ്നം എന്ന് അറിയാവുന്ന മനുഷ്യരാണ് നിങ്ങളത്. അത് ആ പ്രളയകാലത്ത് അവിടെ ഉണ്ടായിരുന്നോ? ഞാനപ്പോൾ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറായിരുന്നു. അപ്പൊ എന്റെ ജോലി തുടങ്ങിയ ഞാൻ ഓഗസ്റ്റ് ആദ്യത്തെ തുടക്കത്തിൽ 1-ാം തീയതി ജോലിക്ക് കയറുന്നു. ഓഗസ്റ്റ് 17-ഓ 19-ഓ ആ സമയത്തായിരുന്നു. നമ്മളിങ്ങനെ ജോലി തന്നെ ഇങ്ങനെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സജീവമായിട്ട് വന്നൊരു, കേരളം മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റ അച്ചുതണ്ടിന്റെ അകത്ത് ഇങ്ങനെ വന്നെത്തപ്പെട്ട ഒരു മൊമെന്റ് ആയിരുന്നല്ലോ പ്രളയം. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന്. ചെങ്ങന്നൂര്, നമ്മുടെ കടമ്പനാട് ആ ഭാഗത്തൊക്കെ, നമ്മുടെ പത്തനംതിട്ട ഭാഗത്തൊക്കെ, കോട്ടയം പത്തനംതിട്ട ഭാഗത്തൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയതിനകത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ റീലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ആണ്. കണ്ടോ മത്സ്യത്തൊഴിലാളികൾ എത്ര സെൽഫ്ലെസ് ആയിട്ട് വന്ന് ഒരു നാടിനൊരു ആവശ്യം വന്നപ്പോൾ അവർ ഇറങ്ങിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ സെലിബ്രേഷൻ. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ആരോടാ നിങ്ങളിത് എന്തെന്നായി, നിങ്ങൾക്കിപ്പോ ഒരു ആവശ്യം വന്നു, അപ്പം നാട്ടുകാർക്ക് മൊത്തത്തിലൊരു ആവശ്യം വന്നപ്പോഴത്തേക്കും വള്ളം എടുത്ത് നമ്മൾ ഇറങ്ങി കൈയടി തരുന്നു, പൊന്നാട അണിയിക്കുന്നു, താങ്ക് യു, ഇറ്റ്സ് സന്തോഷം, വളരെ കാര്യം, ഇങ്ങനെ ഇത് ചെയ്തതിനൊക്കെ സന്തോഷം. പക്ഷെ നാളെ നമുക്കൊരാവശ്യം വന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഒരു ക്രൈസിലായി കഴിഞ്ഞാൽ ഇന്ന് കൈയടിച്ചവർ തന്നെ അത് ഞങ്ങൾ പിന്നീട് അധികം കാത്തിരിക്കേണ്ടൊന്നും വന്നില്ല. പിന്നീട് 2020 കോവിഡ് ഒക്കെ ആയപ്പോഴത്തേക്കും കണ്ടു.
അന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വള്ളം ഇറക്കിയ ആൾക്കാർ പോയ സ്ഥലങ്ങളിലൊന്ന പൂന്തറയൊക്കെ തിരുവനന്തപുരത്ത് പൂന്തറ എന്നൊക്കെയുള്ള ഇഷ്ടം പോലെ വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളും പ്രളയത്തിന് സഹായിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇതേ പൂന്തറയും പിന്നെ എൻ്റെ സ്വന്തം സ്ഥലമായ പുല്ലുവിളയാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ സാമൂഹിക വ്യാപനം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത 2 ഗ്രാമങ്ങൾ. സോഷ്യൽ സ്പ്രെഡ് റിപ്പോർട്ട് ചെയ്തായിരുന്നു എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ലോക്ക് ചെയ്തു. മൊത്തത്തിൽ ചെറിയൊരു സ്ഥലത്തുനിന്ന് ഭീകരമായൊരു നമ്പർ ആൾക്കാരിലേക്ക് കോവിഡ് പകർന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിലോട്ട് ആരെങ്കിലും കാല് കുത്തിയാൽ കോവിഡ് അവർക്ക് എത്തും എന്നുള്ള തരത്തിൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു കേസ് പറഞ്ഞിട്ട് പുല്ലുവിളയും പൂന്തറയും ഒക്കെ എനിക്കറിയില്ല ചേച്ചിക്ക് ഓർമ്മയുണ്ടെന്ന്, പൂന്തറയിലൊക്കെ പട്ടാളത്തിനെ ഇറക്കിയിട്ടാണ് നമ്മൾ ഈ പേടിപ്പിക്കലായിരുന്നു. തോക്കുമായിട്ട് ഒരു ബറ്റാലിയൻ ഓഫ് മിലിറ്ററിക്കാര് പൂന്തറയില് സോഷ്യൽ സ്പ്രെഡ് ഡിക്ലെയർ ചെയ്തതിന്റെ അന്ന് നമ്മൾ ആദ്യം ആൾക്കാർ കാണുന്ന കാഴ്ച കുറച്ച് പട്ടാളക്കാർ നടക്കുക. എന്തിനാണ് ഈ കോവിഡിന്റെ സമയത്ത് നമ്മുടെ അടിയന്തര ഈ എന്തോ ഒരു പ്രത്യേക നിയമത്തിന് കീഴിലായിരുന്നല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അതിന്റെ പേര് മറന്നു. അപ്പൊ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റില് എന്തും ചെയ്യാനുള്ള, അതായത് പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക വ്യാപനം ഒഴിവാക്കാനായിട്ടുള്ള എന്ത് മെഷറിലോട്ടും പോവാനുള്ള സ്വാതന്ത്ര്യം സ്റ്റേറ്റിനുണ്ടായിരുന്നു. അവരത് പ്രകടിപ്പിച്ചത് ഇത്തരത്തില് കുറച്ച് മിലിറ്ററീനെ കൊണ്ടുവന്ന് നാട്ടുകാരുടെ ഇടയിലൂടെ ഒരു മാർച്ച് നടത്തിക്കൊണ്ടാണ്. ഭയങ്കരമായിട്ട് തരം ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. എന്ന് വെച്ചാൽ അതിന് എനിക്കൊന്ന് അന്നത്തെ അഷീല എന്ന് തോന്നുന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഒക്കെ അന്ന് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പൂന്തറയൊക്കെ പ്രത്യേക തരം സ്ഥലമാണ്, അവിടെ നമ്മൾ ഇത്തരം സ്ഥാനത്തിലോട്ട് പോയില്ലെങ്കിൽ ആളുകൾ അനുസരിക്കില്ല, ആളുകൾ ഇറങ്ങി നടക്കും, ആളുകൾ അസുഖം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ 100 കണക്കിന് ആൾക്കാരെ തിരുവനന്തപുരത്തെ പല കോവിഡ് കണ്ടെയ്ൻമെന്റ് സെന്ററുകളില്ലേ, എന്താ നമ്മൾ ആ ഇത് ചെയ്യുന്ന ഒരാഴ്ച അടച്ചിട്ടിരിക്കുന്ന വെച്ചിട്ട് അവരെ കുറച്ച് ആളുകളെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരെ അന്നും ഇതുപോലെ തന്നെ ഇവര് പോയിട്ട് ഇവർക്ക് ഭക്ഷണത്തിന് മീന് കൊടുത്തില്ല എന്നോ മറ്റാരോ 1-2 പേര് പരാതി പറഞ്ഞായിരുന്നു. സാധാരണക്കാരല്ലേ, അവരതിനെപ്പറ്റി അവർക്ക് അറിയില്ല ഇതൊരു മൊത്തത്തിലൊരു ക്രൈസിസ് ആണെന്നുള്ളതൊക്കെ. അതിനെയും ഭയങ്കരമായിട്ട് എനിക്കൊന്ന് അന്നത്തെ ഫിഷറീസ് മന്ത്രിയാണോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന പലരും അതിന്റെ മേൽ കമന്റ്സ് പറഞ്ഞായിരുന്നു. അവർക്ക് ഇവിടെ നാട്ടുകാർ മൊത്തം കോവിഡിന്റെ പുറകെ ഓടുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചിരിക്കാൻ നോക്കുമ്പോൾ അവർക്ക് മീന് കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പരാതി എന്നും പറഞ്ഞിട്ടുള്ള CPM-ന്റെ ഒക്കെ തന്നെ വളരെ വലിയ സൈബർ ചാനലുകളിലും പേജുകളിൽ നിന്നൊക്കെ വലിയ അറ്റാക്കും ഒക്കെ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തൊട്ട് മുമ്പേ 1-2 കൊല്ലം മുമ്പ് രക്ഷാസൈന്യം എന്ന് വിളിക്കാൻ അന്നും ഒരു തരം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് ഈ മത്സ്യത്തൊഴിലാളികൾ കാണിച്ചത്. ആരും വന്ന് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഒരു ഇരിപ്പിൽ നമുക്ക് തോന്നും, നമ്മൾ TV-യിൽ ഇങ്ങനെ ചാനലിലൊക്കെ വിഷ്വൽസ് കാണുന്നു, വെള്ളം കയറി കിടക്കുന്നു, ആളുകൾ തോന്നുന്നു അവർ വന്ന് പള്ളിയിൽ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ കളക്ടറുടെ അടുത്തോ ഒക്കെ ആയിട്ട് ഒരേ സമയം പാരലൽ കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു. വൈദികർ മാത്രമല്ല അത് കോർഡിനേറ്റ് ചെയ്തൊക്കെ. തിരുവനന്തപുരം കളക്ടറിന്റെ അടുത്തോട്ട് ചില മത്സ്യത്തൊഴിലാളി സംഘടനകൾ കോണ്ടാക്ട് ചെയ്യുന്നു, സാർ ഞങ്ങൾക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ 2018 മറ്റേ പ്രളയം സിനിമയ്ക്കകത്ത് കാണിക്കുന്ന നറേഷൻ അനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ പള്ളിയിലച്ഛനെ കാണുന്നു, അച്ഛനാണ് അത് കാണിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരേ സമയം പാരലായി നടന്ന കുറെ കാര്യങ്ങളാണ്. ഇതൊരു വൺ സെന്റൻസ് നറേഷൻ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ കളക്ടറും പള്ളിയിലച്ഛന്മാരും ഇടവക വികാരിമാരും അങ്ങനെ വലിയ കുറെ പേരടങ്ങുന്ന പേരുടെ കോർഡിനേഷനിൽ ഇരിപ്പിലാണ് തീരുമാനിക്കുന്നത്. ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിട്ട് അതെ നിങ്ങളൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ടൊന്നും അല്ല, നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടാ നമ്മൾ തരാം എന്ന് പറഞ്ഞിട്ട് വളമെടുത്ത് പോകുന്നതാ. കമ്മ്യൂണിറ്റിയുടെ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതുവായൊരു രീതി, അത് ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. ഇത് ഒരു സാധനം കാണുന്നു, തോന്നുന്നു, എടുത്തു ചാടി അതിന്റെ പുറകെ പോകുന്നു. അതുപോലെ ഈ കോവിഡിന്റെ സമയത്തും ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നു, ഒരു നേരം കഴിഞ്ഞു 2 നേരം കഴിഞ്ഞു മീന് കണ്ടില്ല, ആരോ പറഞ്ഞു ഇങ്ങനെ മീനൊന്നും കിട്ടുന്നില്ല, ആ ഒരു വിഷമമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെ ആണെന്നോ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. വേറെ കുറെ പേർക്കും അത്തരത്തിലുള്ള പരാതികളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ വലിയ വിഷയമായിട്ടൊക്കെ ആ സമയത്ത് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഈ രക്ഷാസൈന്യം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്തപ്പോഴൊന്നും ഞാനതിൽ വലിയ സെലിബ്രേറ്റ് ചെയ്തൊന്നുമില്ല. എനിക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പം തിരിച്ചിങ്ങോട്ട് തന്നെ കറങ്ങി. ഒരുപാട് പേർക്ക് വള്ളമൊക്കെ നഷ്ടപ്പെട്ടല്ലോ, അതൊക്കെ തിരിച്ച്
അതില് എനിക്കത് കറക്റ്റ് വ്യക്തമായിട്ട് എനിക്കത് അറിയില്ല. പക്ഷെ കുറെ പേർക്ക് വള്ളം നഷ്ടപ്പെടുന്നല്ല, വള്ളത്തിന് വലിയ കേടുപാടുണ്ടായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ പലരും വ്യക്തിപരമായി തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് അത് ചെയ്തത്. ഇനി സർക്കാരായിട്ട് എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ.